ചില ഓർമ്മപ്പെടുത്തലുകൾ. വരികൾ മഹേശ്വർ മഹി, ശബ്ദം അനീഷ് പുലിയൂർ. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകും എന്ത് ചോദിച്ചാലും നമ്മുടെ മുന്നിൽ എത്തിച്ചു തരുന്ന ഒരു യന്ത്രം പോലെ ഒരാൾ. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നിറകുടം പോലെ തുളുമ്പി നിൽക്കുന്ന ഒരമ്മ. പലപ്പോഴും അവരുടെ ലോകം അടുക്കള, മുറ്റം, അയലത്തെ വീട്, പൂജാമുറി എന്നിങ്ങനെ ഒതുങ്ങിപ്പോകാറുണ്ട്. ശരിക്കും സ്വന്തം മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ഒരു പരിഭവവുമില്ലാതെ രാപ്പകല് പണിയെടുത്തിട്ട് രാത്രിയിൽ എപ്പോഴോ കിടന്നുറങ്ങുന്ന ഒരു വീട്ടമ്മ. ടിവിക്കപ്പുറം സിനിമാ തിയേറ്റർ എന്നൊരു വസ്തുത ഉണ്ടെന്നറിയാമെങ്കിലും എവിടെയൊക്കെയോ അവർ അതൊക്കെ മനഃപൂർവ്വം മറന്നവരാകാം. ഐസ്ക്രീം പാർലറുകളിലൊക്കെ നമ്മൾ കാമുകിമാരുമായും ഫ്രണ്ട്സുമായും ഒക്കെ പോകുമ്പോൾ വീട്ടിലൊരു തേങ്ങ പൊട്ടിച്ച് അതിലെ വെള്ളവും കുടിച്ച് വൈകുന്നേരത്തേക്കുള്ള പലഹാരവും ചായയും ശരിയാക്കി കാത്തിരിക്കുന്ന എത്രയോ അമ്മമാരുണ്ടല്ലേ. രാവിലെ എണീക്കുമ്പോൾ മുറ്റം വൃത്തിയാക്കിയിരിക്കുന്നു, പുരയ്ക്കകം വൃത്തിയാക്കിയിരിക്കുന്നു, തുണികൾ കഴുകിയിരിക്കുന്നു, ആഹാരം ശരിയാക്കിയിരിക്കുന്നു. എവിടെയും അച്ചടക്കത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അലയൊലികൾ തീർക്കുന്നവർ അമ്മമാർ. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ വില നിങ്ങൾക്കറിയുമോ? എവിടെയാണ് ആ സ്ത്രീ ഒരു പൊട്ടിയ കീപാഡ് ഫോണിലേക്ക് ഒതുങ്ങേണ്ടി വന്നത്? ആർക്കു വേണ്ടിയാണ്? അവരുടെ വസ്ത്രങ്ങൾ ഇത്ര പഴകിയിട്ടും മാറാതെ ഇരിക്കുന്നത്, തേഞ്ഞ ചെരുപ്പുകൾ പൊട്ടാറായി തുടങ്ങി, ആർക്കു വേണ്ടിയാണ് ഇവർ ഈ ലാഭം നോക്കുന്നത്? ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ ബീച്ചിൽ കറങ്ങാൻ പോയിട്ടുണ്ടോ? ബൈക്കിന്റെ പുറകിൽ ഗേൾ ഫ്രണ്ടിനെയും ഇരുത്തി ലോകം ചുറ്റാൻ ഇറങ്ങിയിട്ടുണ്ടോ? തമാശകളും കളിച്ചിരികളുമായി പാർക്കുകളിലും മറ്റും ഉല്ലസിച്ച് തിരിച്ചു വരുമ്പോൾ നേരിയ പരിഭവത്തോടെയും കാണാത്തതിൽ വിഷമത്തോടെയും കാത്തിരിക്കുന്ന അമ്മയെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാറ് പോലും ഉണ്ടാവില്ല, അല്ലേ? അമ്മയ്ക്ക് പനി വരാറില്ലേ? അതോ നമ്മൾ അറിയാത്തതാണ്? എന്നും എല്ലാം കൃത്യം ഇനി വരുന്ന തലമുറകളിൽ ഇങ്ങനെയുള്ളവർ ഉണ്ടായെന്നിരിക്കില്ല. ഒരുപക്ഷെ കുടുംബം എന്ന ഇമ്പമുള്ള ഒരു സംഹിത പോലും ഇനിയുള്ള കാലങ്ങളിൽ വെറും അഡ്ജസ്റ്റ്മെന്റുകളായി തീർന്നേക്കാം. കുലസ്ത്രീ എന്നും പതിവ്രത എന്നുമൊക്കെ കളിയാക്കി വിളിക്കുന്ന ഒരു പഴയ തലമുറയിലെ സ്നേഹനദിയായ അമ്മമാർക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നും കുടുംബം, ഭർത്താവ്, മക്കൾ, ഉത്തരവാദിത്വം എന്നിങ്ങനെയുള്ളവയുടെ പേരിൽ തന്നിലേക്ക് ഒതുങ്ങിപ്പോയ ചില അമ്മമാരുണ്ട്. 4ാം ക്ലാസ് വരെ പഠിച്ചവർ, മക്കളെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുന്നവർ, അടുക്കളക്കാരി എന്ന മുദ്രകുത്തലിൽ ഒതുങ്ങിപ്പോയവൾ. ഒരു ദിവസം അവരെയും കൂട്ടണം സിനിമയ്ക്ക് പോകാൻ, പാർക്കിൽ പോയി ഐസ്ക്രീം കഴിക്കാൻ, തമാശകൾ പറഞ്ഞ് പുറത്തുനിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ, വണ്ടിയുടെ പുറകിൽ കയറ്റി ആശുപത്രിക്കും അമ്പലത്തിനുമപ്പുറം ഒരു വിശാലമായ കാഴ്ചകളുടെ ലോകമുണ്ടെന്ന് കാണിച്ചു കൊടുക്കണം, ഒരുമിച്ച് നിർത്തിയൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ അവരെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. കാരണം ഇനിയുള്ള കാലം ഇത്തരം അമ്മമാർ ഉണ്ടാകില്ലടോ. നമുക്ക് നാളെ അമ്മയെയും കൂട്ടി ഒന്ന് പുറത്തിറങ്ങാം. മൊബൈൽ ഫോണിന് തൽക്കാലം ഒന്ന് വിശ്രമിക്കാൻ വിടാം, അല്ലേ? അലഞ്ഞു തിരിഞ്ഞ് കൈകൾ ചേർത്ത് പിടിച്ച് കടൽ തിരകൾക്കിടയിലൂടെ കപ്പലിൻ്റെ പൊതി കൈയിൽ കരുതി അവർക്കൊപ്പം മുന്നോട്ട് നടന്ന് അങ്ങനെ